ബേബിസഖാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംവിധായകനും ആരെന്ന് ചോദിക്കുക. അപ്പോൾ മറ്റുള്ളവർ കുറേ പേര് ശത്രുക്കളാവും. ഞാൻ ഈ സിനിമാ കമ്പത്തിൽ നിന്നൊന്ന് കറങ്ങി വരാൻ ആലോചിച്ചപ്പോൾ തന്നെ ആ ചോദ്യം വന്നു കഴിഞ്ഞു. ഇനി ഉത്തരം പറയാതെ ഈ സംഭാഷണം അല്ല, എന്തായാലും മനസ്സിന് ഇങ്ങനെ കിടക്കുന്ന ഒരു സിനിമ ഉണ്ടാവുമല്ലോ. അല്ല, അങ്ങനെ കിടക്കുന്ന ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ കിടക്കുന്ന തൃശ്ശൂരിൻ്റെ ബാക്ക് ഡ്രോപ്പിലുള്ള തൂവാനത്തുമ്പികൾ എന്നുള്ളൊരു സിനിമയാണ്. അങ്ങനെ പറയുന്നത് പിന്നെ ഒരു വല്ലാത്ത മാനസികമായ വിഷമത്തിലേക്ക് നയിക്കുന്നൊരു ചോദ്യമാണ്. കാര്യം ഒരുപാട് സിനിമകൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പിന്നെ പറയേണ്ടതായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് സമകാലികമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ടാവുന്നത് വേണം ഞാൻ പറയാൻ എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ടി വി ചന്ദ്രൻ്റെ ഒരു സിനിമ ഞാൻ പറയുമായിരുന്നു, കഥാവശേഷം. ഗുജറാത്ത് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അതല്ല ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള പലതും ഉണ്ട്. ഇപ്പോൾ ഐസൻസ്റ്റൈൻ്റെ ഇപ്പം കോറസ്, പിന്നെ മൃണാൾ സെന്നിൻ്റെ വലിയ സമരോത്സുകമായൊരു അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പ്രചരിപ്പിക്കുകയും ചർച്ച ചെയ്തതാണ്. പക്ഷേ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഒരു വനിത സംവിധാനം ചെയ്തൊരു സിനിമയാണ്. അപർണ സെന്നിൻ്റെ ഖരേ ബൈരേ ആജ് എന്ന് പറയുന്ന ഹിന്ദി സിനിമ. ഈ ഖരേ ബരേ എന്ന് മാത്രം പറഞ്ഞാൽ എന്താ? ടാഗോറിൻ്റെ പ്രസിദ്ധമായൊരു നോവലാണ് വീട്ടിലും പുറത്തും എന്ന് പറഞ്ഞിട്ടത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടാഗോറിൻ്റെ നോവലിനെ ആസ്പദമാക്കി സത്യജിത്ര ഒരു സിനിമ എടുത്തിട്ടുണ്ട് 1980-കളിൽ. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടിയെ വീണ്ടും ഒരു സിനിമയായിട്ട് പരിചരിക്കാൻ അല്ലെങ്കിൽ സിനിമയായിട്ട് പരിഗണിക്കാൻ ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് ധൈര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? ഒന്ന്, ടാഗോറിൻ്റെ കൃതി ആരും ഭയന്ന് മാറി നിൽക്കത്തേ ഉള്ളൂ. കാര്യം നമ്മളെന്തെങ്കിലും ചെയ്ത് അപകടമായിക്കൂടാ. രണ്ട്, സത്യജിത്രയെ വർക്ക് ചെയ്ത് കഴിഞ്ഞു അതിൽ. അപ്പം ഞാൻ അപർണ സെന്നിൻ്റെ ധീരതയെ അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് ഖരേ ബരേ ഇന്ന് എന്നാണ്, ഖരേ ബരേ ആജ് എന്ന് പറഞ്ഞാൽ ഖരേ ബരേ ഇന്നെന്നാണ്. ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. ആ സിനിമ ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ അപൂർവമായിട്ട് സിനിമ കാണാൻ അവസരം ഉണ്ടാകാറുള്ളൂ, ഇങ്ങനെ ഹോം തിയേറ്ററിൽ കാണാം. ഞാനത് കാണുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ടാണ്. ഫിലിം ഫെസ്റ്റിവൽ കാണാം. ഫെസ്റ്റിവലിൽ കഥയുടെ ചുരുക്കം ഞാൻ പറയാം. അതിൽ ഒരു RSSൻ്റെ വക്താവായി ഷാളെല്ലാം പുതച്ച് വലിയ ആധ്യാത്മിക ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അയാളൊരു ചതിയനാണ് എന്ന് ആ കഥയുടെ അവതരണത്തിലൂടെ ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് അയാൾ ചതിച്ച സ്ത്രീ, അയാളാൽ ചതിക്കപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു? തൻ്റെ സുരക്ഷാ തോക്ക് തന്നെ, നീ ഇത് വെച്ചോളൂ എന്നൊക്കെ പറയുകയാണ്. അവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇയാൾ വഞ്ചകനാണ്. അഖിലാഖ് ഇതിൽ വരുന്നുണ്ട്. ഈ സിനിമയിൽ ഉത്തരേന്ത്യയിൽ അഖിലാഖ് വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അവസാനം ഇന്ത്യ ഗേറ്റിലേക്ക് മെഴുതിരി പിടിച്ചുകൊണ്ട് മനുഷ്യ സമത്വത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായ്മ പോകുന്നുണ്ട്. സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഇയാളുടെ തന്നെ തോക്ക് ഉപയോഗിച്ച് ഇയാളെ വെടിവെക്കുകയാണ്. അവിടെയാണ് സിനിമ തീരുന്നത്. ഒരു ചലച്ചിത്രത്തിൻ്റെ ആവിഷ്കാരപരമായ എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് അപർണ സെൻ ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഈ സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തൽ അടൂർ സാറിൻ്റെതാണ്. അടൂർ സാർ എൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചു. വെരി സ്ട്രോങ് ഫിലിം. ഇതാണ് അടൂർ സാർ പറഞ്ഞത്.